எல்லாருக்கும் நமஸ்காரம். அன்னைக்கு வணக்கம், தந்தைக்கு வணக்கம், ஆசானுக்கு வணக்கம், 18 சித்தர்களுக்கு வணக்கம். ഇന്നത്തെ വീഡിയോ ഇതുവരെ ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ഇട്ടില്ലായിരുന്നു. നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള എൻ്റെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളാണ് ഇന്ന് അതിനെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിച്ചത്. എല്ലാവർക്കും നന്ദി, വിളിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുത്ത് ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ. ഇപ്പോ ഈ തണുപ്പ് സമയമായതിനാൽ മിക്ക ആളുകൾക്കും, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക് വരെ ഈ അസുഖം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതിന് നമ്മള് ചില സമയത്ത് ഇത് ലേശം കടുത്തു കഴിഞ്ഞാൽ പിന്നെ കിടന്ന് ആകെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വെള്ളം വെച്ച് ആകെപ്പാടെ ഒരു വീട് 4 വീടാക്കി കളയും. അതേപോലെ തന്നെയാണ് വലിയവരായിട്ടുള്ള ആളുകളാണെങ്കിൽ. അസുഖം മറ്റൊന്നുമല്ല, ചെവിവേദനയാണ് കാരണക്കാരൻ. അപ്പൊ ഈ ചെവിവേദന സാധാരണയായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വായു സംബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രോബ്ലം കൊണ്ടിട്ടാണ് നമുക്ക് ചെവിവേദന സാധാരണ വരുന്നത്. പിന്നെ അതല്ലാതെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടിട്ടാണ്. പിന്നെ ചിലർക്ക് വേദനയോടൊപ്പം തന്നെ ലേശം അതിൽ നിന്നും ഇങ്ങനെ ഒരു ചലം പോലെ ഒലിച്ചു വരുന്ന, നീര് ഒലിച്ചു വരുന്ന ഒരു സംഗതിയും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിന് രണ്ടിനും പറ്റിയ ഒരു സൂപ്പറായിട്ടുള്ള ഒരു വൈദ്യമുറയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് പണ്ടുകാലങ്ങളിൽ നമ്മുടെ മുത്തശ്ശിമാരും പാരമ്പര്യ വൈദ്യന്മാരും എല്ലാം ഉപയോഗിച്ചിരുന്ന ഒരു രഹസ്യമായ, അവരാരും വെളിയിൽ പറയില്ല, ഒരു സാധനം കൊണ്ടുവന്ന് ചെവിയിൽ അങ്ങ് തിരികെ അങ്ങ് വെക്കും. എന്നിട്ട് കുറെ നേരം പിടിച്ചങ്ങിരുത്തും. കുറെ കഴിയുമ്പോഴത്തേക്കുണ്ട് നമ്മളുടെ വേദന അങ്ങ് മാറും. ഇതാണ് മാജിക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വില്ലൻ ചെവിവേദനയാണ്. അപ്പൊ ചെവിവേദനയ്ക്കുള്ള റെമഡി ഞാൻ പറയാം. ഒരു നല്ല വലിയ ഒരു പൂണ്ടിന്റെ കഷണം, ഒരു പൂണ്ട് വെളുത്തുള്ളി തൊലി കളഞ്ഞത് എടുത്തിട്ട് നൈസായിട്ട് ഉള്ള ഒരു തുണിയിൽ ഇവനെ വെച്ചിട്ട് അങ്ങ് പൊതിയുക. അതായത് ഒരു ഇഞ്ച് വ്യാസമുള്ള തുണി, 1 ഇഞ്ച് നീളം, 1 ഇഞ്ച് വീതി. ആ ഒരു നൈസായിട്ടുള്ള തുണിയിൽ തൊലി കളഞ്ഞ പൂണ്ട്, അതായത് വെളുത്തുള്ളിയുടെ ഒരു അല്ലി, അത് എടുത്ത് അതിനകത്ത് പൊതിഞ്ഞ് ആ ചെവിയുടെ ഉള്ളിലോട്ട് കയറ്റി അങ്ങ് വയ്ക്കുക. കയറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇടിച്ചങ്ങ് അകത്തോട്ട് കയറ്റരുത്. ഒരു മയത്തിന് അങ്ങോട്ട് കയറ്റി വയ്ക്കുക. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അത് അങ്ങനെ തന്നെ വച്ചേക്കുക. എന്നിട്ട് എടുത്തു കഴിയുമ്പോഴത്തേക്കും ചെവി വേദന എതിലേക്കൂടെ പോയെന്ന് അറിയാൻ ഒക്കത്തില്ല. ഒരു മാജിക്ക് പോലെ ഇരിക്കും. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം. കാരണം പലപ്പോഴും വീടുകളിൽ രാത്രി സമയത്തായിരിക്കും ചെവിവേദന വരുന്നത്. ആ രാത്രി സമയത്ത് നമുക്ക് ഡോക്ടറിനെ അവൈലബിൾ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് പരീക്ഷിക്കാവുന്നതാണ്. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചെവിയിൽ നിന്ന് ചലം വരുന്നതും നിൽക്കും. അങ്ങനെ ഒരു സംഗതിയും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതിന്റെ ശാസ്ത്രീയമായ വശം എന്താണെന്ന് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് വീഡിയോ നീളും. അപ്പൊ അതുകൊണ്ട് തൽക്കാലം അത് പറയുന്നില്ല. എന്തായാലും ചെവിവേദന വരുന്നവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ഉടനടി നിൽക്കും. അതിൽ ഒരു തർക്കവുമില്ല.
ഓക്കെ, അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.